നമ്മൾ ഡെയിലി എത്ര ആൾക്കാരെ കാണുന്നുണ്ടല്ലേ? അതിൽ എത്ര പേരുടെ മുഖം നമുക്ക് മനസ്സിൽ നിൽക്കുന്നുണ്ട്? ചിലപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നവരാവും, പക്ഷെ മനസ്സിൽ നിൽക്കുന്നുണ്ടാവില്ല. അതേസമയം ചിലപ്പോൾ ഒരൊറ്റ തവണ ഒരാളെ കണ്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അയാളുടെ മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. അതായത് ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് സ്ഥിരം പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരേ സമയത്താണ് പോകുന്നുണ്ടെങ്കിൽ സ്ഥിരം ചിലപ്പോൾ ഒരു ബസ്സിൽ തന്നെ കയറാം. അപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യാത്രക്കാരെ കുറിച്ചിട്ടല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ ഒരു കണ്ടക്ടർ. അപ്പം ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആ ബസ്സിൽ കയറി ആദ്യ ദിനങ്ങളിൽ ഞാൻ ആളെ കണ്ടപ്പോൾ, ആ ചേട്ടനെ കണ്ടപ്പോൾ, ചേട്ടനാണോ അനിയനാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ബഹുമാനത്തോടു കൂടി ചേട്ടൻ തന്നെ പറയാം. ആ ചേട്ടനെ കണ്ടപ്പോൾ ആ ചേട്ടൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടിയില്ല, കഷണ്ടിയാണ്, താടിയുണ്ട്, താടി നീട്ടി വളർത്തിയിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്നൊരു ഗുണ്ടാ ലുക്കൊക്കെ തോന്നും. ഞാൻ കളിയാക്കി പറയല്ല, നമുക്ക് ആ കാണുന്ന ഫീലാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ദിവസം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേട്ടൻ എന്തോ അവിടെ സംസാരിച്ചിരുന്നോണ്ട്, ഡ്രൈവർ ഏട്ടനോടാണോ അതോ അവിടെ യാത്രക്കാരോടാണോ എന്നറിയില്ല. അങ്ങനെ സംസാരിച്ചിങ്ങനെ വരുമ്പോൾ എൻ്റെ ഫേസിലേക്ക് നോക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ ചിരിച്ചപ്പോൾ ആ ഫേസ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീൽ ആയിരുന്നു. ഒരു പ്ലസന്റ് ഫീൽ ചെയ്തു എനിക്ക് ആ ചേട്ടൻ്റെ മുഖത്ത്. അപ്പോൾ അത് ആ ചേട്ടൻ്റെ ഫേസ് അങ്ങനെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. സംഭവം സ്ഥിരം കാണാറുള്ളതാണ്, എന്നാൽ പോലും അന്നത്തെ ആ ഒരു അനുഭവം എനിക്ക് ശരിക്കും നല്ലൊരു ഫീലാണ് കിട്ടിയത്. അങ്ങനെ അത് പിന്നെ എനിക്ക് ആ ഒരു പ്രത്യേക ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ ചേട്ടനോടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സമയമായി. അപ്പം ഞാനങ്ങനെ ഇറങ്ങിപ്പോന്നു. പിന്നെ അതിന് ശേഷം ഇന്നാണ് ഇപ്പം ഞാൻ ആ ബസ്സിൽ കയറുന്നത്. കഴിഞ്ഞ ആഴ്ച ആയിരുന്നു. പിന്നെ ഞാൻ ആ ബസ്സിലിരുന്നില്ല, എനിക്ക് ടൈമിങ് മാറിയ കാരണം വേറെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ആ ബസ്സിൽ കയറി. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ ഇറങ്ങണ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് ആ ചേട്ടനോട് അത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു, ചേട്ടനെ ആദ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ചേട്ടനെ കാണുമ്പോൾ ഒരു ഗുണ്ട ഫീൽ ആയിരുന്നു, ചേട്ടൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ചേട്ടൻ ചിരിക്കുക ചെയ്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ചേട്ടൻ എൻ്റെ അടുത്ത് ചിരിച്ചു. ആ ചിരിച്ചപ്പോൾ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ചേട്ടനെ കാണാൻ. അപ്പോൾ ചേട്ടൻ ചിരിച്ചുകൊണ്ട് ചേട്ടൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്നും കൂടി ഒന്ന് കേട്ടിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഒരു ചിരി. ഇപ്പം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്ന ആൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്തായാലും ഒരു പോസിറ്റീവ് വൈബാണ് അത്. നമ്മൾ ചിരിച്ചും കൊണ്ട് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സിമ്പിളായി ചിരിച്ചാൽ മതി. ആ ചിരി മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് തരുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. ചിരിക്ക് അത്ര പവറുണ്ട്. ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ലല്ലോ. ഇപ്പം സിമ്പിളായിട്ട് നമ്മൾ ആരെ കണ്ടാലും ഒന്ന് ചിരിക്കുക, അതിന് വലിയ ചിലവില്ലല്ലോ. ആ ചിരി അവരുടെ മനസ്സിലുണ്ടാക്കുന്നത് ഭയങ്കര ഫീലായിരിക്കും. ഒരു സൗഹൃദമാവാം, ഇല്ലെങ്കിൽ ആ ഒരു ചിരി, അതിന് ചിലവൊന്നുമില്ലല്ലോ. ചിരിക്കുക. നമ്മൾ ജീവിതകാലം മുഴുവൻ എല്ലാവരോടും ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പം ചിരി അതെല്ലാവരും ഉണ്ടായിക്കോട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും.